പുള്ളി ഏതോ ജന്മങ്ങളിൽ ജീവിച്ച് വെച്ച ക്യാരക്ടറുകളാണ് പുള്ളി അഭിനയിക്കണേന്ന് തോന്നിപ്പോവുക. കാരണം ഇതുപോലൊരു അനായാസമായിട്ട് അഭിനയിക്കുന്ന ഒരു ആർട്ടിസ്റ്റിനെ കാണാൻ പറ്റില്ല നമുക്ക്. ഞാൻ ഡയറക്ടറാണ്, ലാലേട്ടൻ്റെ സിനിമയാണ്, എനിക്ക് വാണി ചേച്ചി അഭിനയിക്കണം, ഏത് ക്യാരക്ടർ വേണം? മമ്മൂക്കനെയും മോഹൻലാലിനെയും അതിൽ നിന്ന് അവോയ്ഡ് ചെയ്തിട്ടുള്ള ഒരു മലയാള സിനിമ എന്ന് പറയുന്നത് നമുക്ക് ആലോചിക്കാൻ പോലും പറ്റില്ല. ഇപ്പൊ ഏറ്റവും ഹിറ്റ് അടിച്ചത് തുടരും. എനിക്കറിയാം ലാലേട്ടന്റെ പേര് പറഞ്ഞാൽ ഇപ്പൊ എഴുന്നേറ്റ് നിന്ന് ഫിസിലടിക്കുന്ന ഞാൻ കണ്ടു, തുടരും കണ്ടിട്ട് ഈ തോടെയും പേപ്പറൊക്കെ വലിച്ചു കയറി. ഞാൻ രജനി സാറിനാണ് കൂടുതൽ ചെയ്യാറ്. കാരണം അവിടുത്തെ ഒരു കൾച്ചർ വെച്ച് നോക്കുമ്പോൾ, തമിഴ്നാടിന്റെ ഒരു കൾച്ചർ വെച്ച് നോക്കുമ്പോൾ അങ്ങനെയാണ്. തുടരുമൊക്കെ ഞാൻ എന്താ പറയുക, എന്താ ചെയ്തു വെച്ചിരിക്കുന്നത്, സാധ്യമായിട്ടുണ്ട്. മോഹൻലാലിന്റെ അഭിനയം എവിടെയും കിട്ടും. അസല് മൂവി അടിപൊളിയായിട്ടുണ്ട്. എനിക്കൊന്ന് യാസായി തുടങ്ങുന്ന ജയിലറിനെ കുറിച്ചാണ് പറഞ്ഞത്, ലാലേട്ടനെ കുറിച്ചാണ് പറഞ്ഞത്. ഇവിടെ എത്തിയപ്പോ ഇത് ഒരു സിനിമ തുടർ ഹിറ്റിലേക്ക് വന്നു. മോഹൻലാലിനെ സംബന്ധിച്ചിടത്തോളം ഒരു നടൻ, അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു മനുഷ്യസ്നേഹി, അതിൻ്റെ അപ്പുറത്തേക്ക് അഭിനയിക്കാൻ കഴിവുള്ള ഒരു പ്രതിഭ, കൊടുക്കേണ്ട സമയത്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു പ്രതിഭയായിട്ട്. അതെ അതെ അതെ. എനിക്ക് തോന്നുന്നത് ആള് ചെയ്തു വെച്ച ക്യാരക്ടറുകളൊക്കെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് പുള്ളി പല ജന്മങ്ങളിലും ചെയ്ത ക്യാരക്ടറുകളാണോ, പല ജന്മങ്ങളായിട്ട് ജീവിച്ച ക്യാരക്ടറുകളാണോ പുള്ളി ഇപ്പം ചെയ്യുന്നത് തോന്നിപ്പോവാറുണ്ട് ചില സമയങ്ങളിൽ. ജോർജ് കുട്ടി ആയിക്കോട്ടെ, ആടുതോമി ആയിക്കോട്ടെ, അങ്ങനെയുള്ള പല പല അവതാരങ്ങളാണ് പുള്ളിയുടെ ഈ സിനിമകളിൽ നിന്ന് എനിക്ക് തോന്നാറുണ്ട്. മലയാള സിനിമയ്ക്ക് വേണ്ടതെല്ലാം മലയാള സിനിമയിൽ കിട്ടുന്നു എല്ലാം. അതാണ് ഞാൻ പറഞ്ഞത്, പുള്ളി ഏതോ ജന്മങ്ങളിൽ ജീവിച്ച് വെച്ച ക്യാരക്ടറുകളാണ് പുള്ളി അഭിനയിക്കണേന്ന് തോന്നിപ്പോവുക. കാരണം ഇതുപോലൊരു അനായാസമായിട്ട് അഭിനയിക്കുന്ന ഒരു ആർട്ടിസ്റ്റിനെ കാണാൻ പറ്റില്ല നമുക്ക്. അത്രയും. തമിഴിലാണെങ്കിൽ രജനി സാർ നിൽക്കുന്നു. രജനി സാർ എന്ന് പറഞ്ഞാൽ അതൊരു മാജിക് മാൻ. എല്ലാവരും അതൊരു മാജിക് അല്ല, അത് എന്താണെന്നൊന്നും അറിയില്ല. ഇത്രയും ക്ലിയർ ആയിട്ട് പറയാൻ വാണി ചേച്ചിക്ക് പറ്റുള്ളൂ. കാരണം ഇവിടെയും പോയി ഇവരോടൊപ്പം. അതെ 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 അതെ. എല്ലാവരുടെ കൂടി എല്ലാവരും കാണാൻ പറ്റിയിട്ടുണ്ട്. ഒരുപാട് എന്താ പറയാ, രസിക്കാൻ പറ്റിയിട്ടുണ്ട് എനിക്ക്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇപ്പോൾ രജനി സാറിന് ഭയങ്കര ഫാനാണ്. അപ്പോൾ രജനി സാറിനെ പറ്റി പറയാൻ പറ്റും. ചിരഞ്ജീവിയുടെ കൂടെ അവിടെ അഭിനയിച്ചിട്ടുള്ള കാരണം കൊണ്ട് പറയാൻ പറ്റും. ഇവിടെ ലാലേട്ടൻ്റെ എന്താ പറയുക, അവരുടെ കൂടെ തന്നെയല്ലേ, നമ്മുടെ സിനിമയുടെ കൂടെ തന്നെയല്ലേ, മലയാള സിനിമയുടെ കൂടെ തന്നെയായിരുന്നു. മമ്മൂക്കനെയും മോഹൻലാലിനെയും അതിൽ നിന്ന് അവോയ്ഡ് ചെയ്തിട്ടുള്ള ഒരു മലയാള സിനിമ എന്ന് പറയുന്നത് നമുക്ക് ആലോചിക്കാൻ പോലും പറ്റില്ല. മനസ്സിലില്ല, അത് മനസ്സിലില്ല. ഇനിയിപ്പോ നേരത്തെ പറഞ്ഞ എനിക്ക് വേണ്ടത്ര പോലീസ് വേഷം ഇപ്പോഴും കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ലാലേട്ടന്റെ കൂടെ അഭിനയിക്കുകയാണെങ്കിൽ ഏത് വേഷമായിരിക്കും ഇഷ്ടം? ലാലേട്ടന്റെ കൂടെ ഒരു സിനിമ കിട്ടി, അതില് വാണി വിശ്വ അങ്ങനെ അവിടെ സീൻ എഴുതി വെച്ചിട്ടില്ല കേട്ടോ. വാണി വിശ്വനാഥ് കഥ വന്ന് പറയാം, മോഹൻലാലിന്റെ സിനിമയാണ് കേട്ടോ, കഥയൊന്നും പറഞ്ഞില്ല. എന്താണ് വാണി വിശ്വനാഥ്? അല്ല, അവര് എനിക്കെന്ന് പറഞ്ഞ എന്തെങ്കിലും എഴുതിയിട്ടില്ല എന്ന് കൂട്ടി, എഴുതിയിട്ടില്ല. ഞാൻ വരുവാണ്, ഞാൻ ഡയറക്ടറാണ്, ലാലേട്ടന്റെ സിനിമയാണ്, എനിക്ക് വാണി ചേച്ചി അഭിനയിക്കണം, ഏത് ക്യാരക്ടർ വേണം? ഒരു ക്യാരക്ടർ എനിക്കിഷ്ടം, ഇങ്ങനെ അഭിനയിക്കണം. എനിക്ക് ലാലേട്ടനെ എതിർക്കുന്ന പോലത്തെ ക്യാരക്ടർ മതി. അല്ല, സന്തോഷമായിട്ട് പോകുന്ന ക്യാരക്ടറിന് ഞാനും വേണ്ട അവിടെ. പുള്ളിയായിട്ട് എതിർക്കുന്ന ഒരു ക്യാരക്ടർ ഉണ്ടെങ്കിൽ, ഒരു വില്ലി, പുള്ളിയുടെ ഒരു വില്ലി ആവാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നെഗറ്റീവ് ക്യാരക്ടറുകൾ ചെയ്യാൻ. അപ്പോൾ പിന്നെ എനിക്ക് ലാലേട്ടനെ എതിർക്കുന്ന ഒരു ക്യാരക്ടർ ആയിക്കോട്ടെ. എഴുതിയിട്ടില്ലല്ലോ, എഴുതട്ടെ, അങ്ങനെ എഴുതട്ടെ. പക്ഷെ അതൊക്കെ ഉണ്ടാകും കേട്ടോ, വൈകാതെ ഉണ്ടാകട്ടെ, മാറ്റമില്ല. എന്റെ വാണി ചേച്ചി വരാതിരുന്നത് കൊണ്ടായിരുന്നു സിനിമ ഇല്ലാതെയായത്. വന്നു കഴിഞ്ഞപ്പോൾ കൈനിറയെ സിനിമകൾ വരുന്നുണ്ട് അല്ലേ, സ്ക്രിപ്റ്റുകൾ സെലക്ട് ചെയ്യുന്നുണ്ട്, നല്ല കൃത്യമായിട്ട് സെലക്ട് ചെയ്താലോ സിനിമയിലേക്ക് വരാറുള്ളൂ. അങ്ങനെയില്ല, എൻ്റെ ഇഷ്ടവും ഓഡിയൻസിന്റെ ഇഷ്ടവും ഒന്നും ഞാൻ വെച്ച് നോക്കാറുണ്ട്, അങ്ങനെ അഭിനയിക്കുന്നു എന്നുള്ളൂ. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633 888 575.